പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ CPIM പ്രതിരോധത്തിൽ. പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി കൈകഴുകിയ കേസിലാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരായത്. CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് CPIMന്റെ തീരുമാനം. TP ചന്ദ്രശേഖരന്റെയും മട്ടന്നൂർ ഷുഹൈബിന്റെയും അരിങ്കൊലയ്ക്ക് ശേഷം CPIMനെ രാഷ്ട്രീയമായി ഏറെ പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് പെരിയ ഇരട്ടക്കൊല. 2 യുവാക്കളെ വെട്ടിക്കൊന്ന കേസിൽ പാർട്ടി ബന്ധമുള്ളവർ പ്രതികളായിട്ടും പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ CPIMന്റെ ഈ വാദം പൊളിഞ്ഞടുങ്ങി. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും, മേലെയും കോടതി ഉണ്ടല്ലോ. അപ്പീൽ പോകുമ്പോൾ അതിനുള്ള ചിലവ് പാർട്ടി തന്നെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ കേസിൽ CBI അന്വേഷണം തടയാൻ സുപ്രീംകോടതി വരെ നിയമവിധി നടത്തിയ സർക്കാർ ഖജനാവിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് പൊടിച്ചത്. പ്രതികളായ പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ പൊതുപണം ചെലവിട്ടുന്ന ആക്ഷേപവും കോടതി വിധിയോടെ ശരിവെക്കപ്പെടുകയാണ്. ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CPIMന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. CPIM ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ഒരിക്കലും തകരില്ലെന്ന് കരുതിപ്പോന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കൈവിട്ടു. 2024 അത് ആവർത്തിച്ചു. ഉദുമ നിയമസഭാ സീറ്റ് പോയില്ല എന്നത് മാത്രമാണ് CPIMന് ആശ്വാസം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി CPIMന് വീണ്ടും അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.